സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ കപ്പടിച്ചെത്തിയ കണ്ണൂർ സ്ക്വാഡിന് ജില്ലയിൽ ഉജ്ജ്വല സ്വീകരണം. ജില്ലാ അതിർത്തിയായ ന്യൂമാഹിയിൽ നിന്നും തുറന്ന വാഹനത്തിൽ ഘോഷയാത്രയായാണ് സ്വർണ്ണക്കപ്പ് കണ്ണൂരിലെത്തിയത്. കണ്ണൂർ ടൗൺ സ്ക്വയറിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ ജില്ലയുടെ അഭിമാനം വാനോളം ഉയർത്തിയ കലാപ്രതിഭകളെ അനുമോദിച്ചു. നൂറ്റാണ്ടിന് ശേഷം കണ്ണൂരിലെത്തിയ സ്വർണ്ണക്കപ്പിനെ കണ്ണിറയെ കാണാൻ റോഡിനിരുവശവും ആയിരങ്ങൾ. പടക്കം പൊട്ടിച്ചും മധുരം വിതരണം ചെയ്തും സന്തോഷം പങ്കിട്ട് ജനങ്ങൾ. മാഹിപ്പാലം മുതൽ കണ്ണൂർ ടൗൺ സ്ക്വയർ വരെ ഉത്സവാന്തരീക്ഷത്തിലായിരുന്നു സ്വർണ്ണക്കപ്പും വഹിച്ചുള്ള ഘോഷയാത്ര. ജില്ലാ അതിർത്തിയിൽ മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി ദിവ്യ എന്നിവർ പുഷ്പഹാരമണിയിച്ചാണ് സ്വർണ്ണക്കപ്പിനെ വരവേറ്റത്. കണ്ണൂരിൽ 22 വർഷത്തിന് ശേഷം എത്തുന്ന നമ്മുടെ ഒരു വലിയ സ്വപ്നമാണത്. ആ സ്വപ്നം സാക്ഷാത്കരിക്കപ്പെട്ടിട്ടുള്ളത് ഇതാ ഈ കുട്ടികളാണ്. നമ്മളെ മിടുക്കികളും മിടുക്കന്മാരുമാണ്. കണ്ണൂരിലെ നമ്മുടെ പ്രതിഭാശാലികളായ മക്കൾ അവതരിപ്പിച്ച അവരുടെ ശുഭകഥയാർന്ന കലാപരിപാടികൾക്ക്, കലാപ്രകടനങ്ങൾക്ക് കിട്ടിയ അംഗീകാരമാണ്. ന്യൂമാഹിയിൽ നിന്നും കണ്ണൂരിലേക്കുള്ള യാത്രയിൽ വിവിധ കേന്ദ്രങ്ങളിൽ കപ്പിന് സ്വീകരണം നൽകി. DJ-യുടെ അകമ്പടിയോടെ നഗരം ചുറ്റി ഘോഷയാത്ര ടൗൺ സ്ക്വയറിൽ അവസാനിച്ചു. തുടർന്ന് ചേർന്ന അനുമോദന യോഗത്തിൽ കഥയുടെ കുലപതി ടി പത്മനാഭൻ ഉൾപ്പെടെ പ്രമുഖരുടെ സാന്നിധ്യം. കണ്ണൂരിലേക്ക് കപ്പെത്തിച്ച കലാപ്രതിഭകളെ അനുമോദിച്ചതോടൊപ്പം സംഘാടന മികവിന് മന്ത്രി ശിവൻകുട്ടിയെ അഭിനന്ദിക്കാനും ടി പത്മനാഭൻ മറന്നില്ല. ഇക്കൊല്ലത്തെ ഈ കലോത്സവം കൊല്ലത്ത് വെച്ച് വളരെ ഭംഗിയായി, ഒരാവിരാതിയുമില്ലാതെ വളരെ ഭംഗിയാതെ നിർവഹിച്ച നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടിയെ അഭിനന്ദിക്കുവാനും കൂടി ഈ സന്ദർഭം ഞാൻ വിനിയോഗിക്കുന്നു. കണ്ണൂരിനെ അപമാനിക്കാൻ ശ്രമിച്ചവർക്കുള്ള മറുപടി കൂടിയായിരുന്നു നാട് ഉത്സവമാക്കി മാറ്റിയ വിജയാഹ്ലാദ ദിനം. കൈരളി ന്യൂസ്, കണ്ണൂർ.